സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനായ KPCC അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചതിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് ഒരു പ്രതിഷേധ നടത്ത സംഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്ഭവനിലേക്ക്. നമ്മുടെ അമ്മമാരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സാധാരണക്കാരുടെ കുടിലുകളിൽ കയറിയിറങ്ങി അവർക്ക് ആശ്വാസം നൽകുന്ന അമ്മമാരെയാണ് ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ഇത് ഏറ്റവും അവസാനത്തെ സംഭവമാണ്. ഇതിനു മുൻപ് ഛത്തീസ്ഗഡിൽ, ഔറംഗാബാദിൽ, അഹമ്മദാബാദിൽ, ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ, മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ, ഒഡീഷയിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. ഞാനത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 365 ദിവസങ്ങൾക്കുള്ളിൽ 834 സംഭവങ്ങളാണ് രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ക്രിസ്മസ് ആരാധനയുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് സമയത്ത് 15 സ്ഥലത്ത് ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തി, പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തി. ഞാൻ എറണാകുളത്ത് ഒരു അച്ഛനെ പോയി, അവിടെ മർദ്ദനമേറ്റ ഒരു അച്ഛനെ കണ്ടത് 90 വയസ്സായ ഒരു വൈദികനാണ്. 90 വയസ്സുള്ള വൈദികന്റെ പിന്നിൽ കൈ ചേർത്ത് വെച്ച് കെട്ടിയിട്ടാണ് ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോയത്. അവിടെ ഒരു യുവവൈദികനെ ക്രൂരമായിട്ടാണ്, മർദ്ദനമേറ്റ പാടുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ്. തൃശൂരിൽ ഞാൻ മറ്റൊരു വൈദികന്റെ വീട്ടിൽ പോയി, ഒഡീഷയിൽ. അദ്ദേഹവും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ സഹവികാരിയുടെ തോളെല്ലാണ് അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ വ്യാപകമായി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.